ലാസ്റ്റ് കോഴ്സ് ഔട്ട്കം ആയിട്ടുള്ള പോളിഫേസ് സർക്യൂട്ടിൽ ഒരു ചോദ്യം. 3 ഫേസ് സ്റ്റാർ കണക്റ്റഡ് ലോഡാണ്, 400 വോൾട്ടാണ്, 50 ഹെർട്സ് ആണ്, 10 ആംപിയർ കറണ്ടാണ്, ലൈൻ കറണ്ടാണ്, 66.86 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ലൈൻ വോൾട്ടേജ് ആണ്. ഇമ്പിഡൻസ് പാരാമീറ്റേഴ്സ്, അതായത് ആറും വേണം, എക്സും വേണം, പവർ ഫാക്ടർ വേണം, ആക്റ്റീവ് പവർ വേണം, ഫേസർ ഡയഗ്രാം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫേസർ ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കാം. നമ്മളെ മുതൽ വോൾട്ടേജിനെയാണ് ഫേസ് 1നെയാണ് റെഫറൻസ് ആയിട്ട് എടുത്തത്. അതിൽ നിന്ന് 120 ഡിഗ്രി അകലത്തിൽ ഫേസ് 2, ഇപ്പുറത്തെ സൈഡിൽ 120 ഡിഗ്രി അകലത്തിൽ ഫേസ് 3. ദെൻ ഐ എന്ന് പറയുന്ന കറണ്ട് 66 തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ ഉണ്ട്. അപ്പോൾ ലൈൻ വോൾട്ടേജും ഈ ഫേസ് 1ഉം തമ്മിൽ 30 ഡിഗ്രി ആംഗിളാണ് ഉണ്ടാവുക. കാരണം ഫേസിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി, അപ്പോൾ 120നെ പകുതിയാക്കി മുറിച്ചു. 120നെ പകുതിയാക്കി മുറിക്കുമ്പോൾ ഈ മൈനസ് ഫേസ് എന്ന് പറയുന്ന ഈ ലൈന് അതിനെ പിന്നെയും അതിൻ്റെ മിഡിലൂടെയാണ് ഡയഗണൽ വരിക. അപ്പോൾ ഈ രണ്ട് ലൈൻ വോൾട്ടേജും തമ്മിലുള്ള ആംഗിൾ 30 ഡിഗ്രിയാണ്. കറണ്ട് എന്ന് പറയുന്ന സാധനം, കറണ്ട് ഡിഫറിങ് ഇൻ എ ഫേസ് വിത്ത് റെസ്പെക്ട് ടു ലൈൻ വോൾട്ടേജ് ഈസ് 66.86 ആണ്. ലാഗിങ് ആണ്. അപ്പോൾ ഇറ്റ് മീൻസ് ഫൈ എന്ന് പറഞ്ഞാൽ 36.86 ആണ്. 120ൽ നിന്ന് 66.86 കുറച്ചാൽ 36 ഡിഗ്രി വരും. അതിൻ്റെ കോസ് 36.8 ഉണ്ടാണ്, 0.8 ആണ്. ലൈൻ വോൾട്ടേജ് 400 ആണ്. സ്റ്റാർ കണക്റ്റഡ് ആകുമ്പോൾ 400/√3 231 ആണ്. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ആണ്. 231/10 എന്ന് പറഞ്ഞാൽ 23.1 ആംപിയർ ആണ്. ഓം ആണ്. ആർ ഫേസ് എന്ന് പറഞ്ഞാൽ 231 ഇൻറ്റു കോസ് ആണ്. കോസ് എന്ന് പറയുന്നത് 0.8 ആണ്. 18.48 ആണ്. കോസ് 36.86 ആണ് ഈ 0.8 എന്ന് പറഞ്ഞത്. സൈൻ കണ്ടുപിടിക്കുക. റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ Z ആണ്. 23.1 ഇൻറ്റു 0.6 13.86 ആണ്. ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ √3 VL IL cos തീറ്റയാണ്. √3 എന്ന് പറഞ്ഞാൽ 1.732. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 231. ഇവിടെ 3 കൊണ്ടാണ്. അപ്പം 3 ഗുണം ഫേസ് വോൾട്ടേജ് ഉണ്ട്, ഫേസ് കറണ്ട് ഇൻറ്റു കോസ് തീറ്റയാണ്. 231 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 5.544 കിലോ വാട്ടാണ്. ഫേസർ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഫേസ് 2ഉം 3ഉം തമ്മിലും കൺസിഡർ ചെയ്താൽ ഉണ്ടാവാൻ പോകുന്നത്. So thank you for watching this video.